നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ചെമ്മാട് ടൗണിലെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരവുമായി തിരൂരങ്ങാടി നഗരസഭ. നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കീറിയ റോഡുകളുടെ ടാറിംഗ് മഴ മാറുന്ന മുറയ്ക്ക് ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ പറഞ്ഞു. തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് ടാറിംഗ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. മാസങ്ങളോളമായി കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡ് കീറിയിട്ട് കരിപ്പറമ്പ് മുതൽ ചെമ്മാട് മാനസ ടെക്സ്റ്റൈൽസ് വരെയുള്ള ഭാഗമാണ് ഇനി ടാറിംഗ് നടത്തുന്നതിനായി ശേഷിക്കുന്നത്. പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടിയ ഭാഗം ഇതുവരെയും ടാറിംഗ് നടത്താത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇത് സംബന്ധിച്ച് തിരൂരങ്ങാടി ടുഡേ വാർത്തയും നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ടാറിംഗ് പ്രവൃത്തി ഉടൻ നടത്തുമെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചത്. ചെമ്മാട് ടൗണിലെ കുടിവെള്ള പദ്ധതിക്കായി കീറിയ റോഡുകൾ അത് നന്നാക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുള്ളതാണ്. 2 മാസമായി നിലക്കാതെ പെയ്യുന്ന മഴ മൂലമാണ് പ്രവൃത്തി വൈകിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസം ഒന്ന് വളർച്ച കിട്ടിക്കഴിഞ്ഞാൽ ടാറിംഗ് നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിൻ്റെ കരാറെടുത്ത കമ്പനി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നഗരസഭ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും വേഗം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭയിലെ ബൃഹത്തായ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ പ്രവൃത്തി ആരംഭിച്ചത് കല്ലക്കയത്തിൽ നിന്നാണ്. കല്ലക്കയത്തിൽ നിന്ന് ആരംഭിച്ച പ്രവൃത്തിയുടെ ഭാഗമായി കരിപ്പറമ്പ് വരെ റോഡ് കീറിയിരുന്നു. ആ റോഡ് മാസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ നല്ല രീതിയിൽ നവീകരിച്ച് നാടിനെ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം കരിപ്പറമ്പത്തിൽ നിന്ന് ചെമ്മാട് വരെയും റോഡ് കീറിയിരുന്നു. ആ റോഡും പുനരുദ്ധാരണം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ലെയർ കൂടി ടാറിംഗ് നടത്താൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലെയർ ടാറിംഗ് നടത്തുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ചെമ്മാട് മാനസ ടെക്സ്റ്റൈൽസ് വരെയാണ് ഇപ്പം കീറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വരെയുള്ള ഈ കീറി പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് മഴ പെട്ടെന്ന് കഴിഞ്ഞ മെയ് 19 മഴ ആരംഭിച്ചത്. ആ മഴ ആരംഭിച്ചത് മൂലമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉളവായിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം തന്നെ റോഡ് പുനരുദ്ധരിക്കും. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ കുഴികളൊക്കെ തന്നെ അവിടെ മെറ്റലിംഗ് നടത്തി പിന്നെ കുഴികൾ അടച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ശക്തമായ മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിതാന്ത ശ്രമത്തിലാണ് നമ്മൾ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. നിലവിൽ റോഡ് കീറിയ ഭാഗം മെറ്റൽ ഇട്ടിട്ടുണ്ടെങ്കിലും മഴക്കാലമായതോടെ ഇരുചക്ര വാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ടാറിംഗ് ചെയ്യുന്നതോടെ യാത്രികരുടെയും വ്യാപാരികളുടെയും വലിയൊരു പ്രശ്നത്തിന് അറുതിയാകും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ. 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ. മിതമായ പണിക്കൂലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ.